LDFിന് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് നേരിട്ടതെന്നും പരാജയത്തെ വിമർശനപരമായും സ്വയം വിമർശനപരമായും അംഗീകരിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇതിനകം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികളിലും അത് തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കും. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ട്. അത് തിരുത്തി നല്ല നിലയിൽ മുന്നോട്ടു പോകുമെന്നും പാർട്ടിയും മുന്നണിയും ശക്തമായി തിരിച്ചു വരുമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ കഴിഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ചുള്ള സ്വയം വിമർശനപരമായ പരിശോധന കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന കൊണ്ട് മാത്രം റിവ്യൂ പൂർണ്ണമാവും എന്നുള്ളതല്ല ഞങ്ങൾ കണ്ടത്. ഇന്ന് മുതൽ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന്, നാളെ ജില്ലാ കമ്മിറ്റി, മറ്റന്നാളും ജില്ലാ കമ്മിറ്റി, ഈ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തുറന്ന ചർച്ച പാർട്ടിക്കകത്ത് നടത്തി കൃത്യമായ കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാണ് ഞങ്ങൾ കണ്ടത്. വലിയ പരാജയമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകും. കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനം ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾ യോജിപ്പില്ല. നല്ല നിലയിൽ സംഘടനാ പരിശോധനയും തിരുത്തലും ആവശ്യമുള്ള പാർട്ടി ഇടപെടലും നടത്തി വർഗ ഭോജന പ്രസ്ഥാനങ്ങളുമെല്ലാം സജീവപ്പെടുത്തി വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പാർട്ടി ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. ഇന്ധന വിലക്കയറ്റമാണ് ഇന്ന് കേരളവും രാജ്യവും നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.